ഹായ് ഗൈസ്, വെൽക്കം ടു വീലെറ്റ്. നമ്മുടെ ഈ പ്രപഞ്ചം അതിനെക്കുറിച്ച് നമ്മൾ എത്ര കൂടുതൽ അറിയുന്നോ അത്രയും നിഗൂഢതകൾ നമ്മുടെ മുന്നിലേക്ക് അത് വെച്ച് നീട്ടും. നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം, നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചം, ഇതിലെ ഭൂരിഭാഗം വസ്തുക്കളും നമുക്ക് ഇൻവിസിബിൾ ആണ്. ഇത് പ്രകാശത്തെ എമിറ്റ് ചെയ്യുകയോ റിഫ്ലക്റ്റ് ചെയ്യുകയോ അബ്സോർവ് ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇതിന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഗാലക്സികൾ രൂപപ്പെട്ടു വരുന്നതും ഇതിനടുത്തുകൂടി പോകുന്ന പ്രകാശത്തെ ഇത് ബെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇത് എത്ര മിസ്റ്റീരിയസ് ആണെന്നാൽ നമ്മുടെ യൂണിവേഴ്സിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്നത് ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാനായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, പ്ലാനറ്റുകൾ ഇവയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ കൂടെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ മാസിന്റെ വെറും 5% മാത്രമേ ആകുള്ളൂ. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ബാക്കി 95% മാസിനും കാരണം നമ്മൾ ഈ പറഞ്ഞ ഡാർക്ക് മാറ്ററും കൂടാതെ ഡാർക്ക് എനർജിയുമാണ്. അപ്പോൾ എന്താണ് ഡാർക്ക് മാറ്റർ? നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു വലിയ രഹസ്യം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മുടെ ശാസ്ത്ര ലോകത്ത് തേടിയെത്തുകയുണ്ടായി. 1930-ൽ സ്വിസ് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഫ്രിറ്റ്സിക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തി. അതായത്, നമ്മുടെ ഗാലക്സി ക്ലസ്റ്ററുകൾ പരിശോധിക്കുന്ന സമയം അവയുടെ ചലന വേഗതയും കൂടാതെ അവയുടെ വിസിബിൾ ആയിട്ടുള്ള മാസും തമ്മിൽ പരിശോധിക്കുന്ന സമയത്ത് അവയുടെ മാസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന നമ്മുടെ ഗാലക്സി ക്ലസ്റ്ററുകൾ പരസ്പരം അകന്നു പോകേണ്ടതാണ്. അതായത്, നമുക്ക് കാണുവാൻ സാധിക്കുന്ന മാസാണ് അവിടെ ഉള്ളതെങ്കിൽ ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗാലക്സി ക്ലസ്റ്ററുകൾ ഇങ്ങനെ ഒന്ന് ചേർന്ന് നിൽക്കുകയില്ല, പരസ്പരം അകന്നു പോവുക ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാവുകയുണ്ടായി, നമുക്ക് കാണുവാൻ സാധിക്കുന്ന മാസം മാത്രമല്ല, നമുക്ക് കാണുവാൻ സാധിക്കാത്ത അദൃശ്യമായിട്ടുള്ള എന്തോ ഒന്നുകൂടെ അവിടെ ഉണ്ടായിരിക്കണമെന്ന്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ സൗരയൂഥം നമ്മൾ പരിശോധിക്കുകയാണ്. സൗരയൂഥത്തിന്റെ ആങ്കറിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനാണ്. നമ്മുടെ സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ വളരെ വേഗത്തിലാണ് കറങ്ങുന്നത്. അവ വേഗത്തിൽ കറങ്ങിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവ സൂര്യന്റെ ഗുരുത്വാകർഷണം കാരണം സൂര്യനിൽ ചെന്ന് പതിക്കും. അതുപോലെ സൂര്യനിൽ നിന്നും അകന്നു പോകുന്ന സമയത്ത് സൂര്യന്റെ ഗ്രഹങ്ങൾ ഓർബിറ്റ് ചെയ്യുക താരതമ്യേന വളരെ കുറഞ്ഞ വേഗതയിലായിരിക്കും. കാരണം അവ വേഗത്തിൽ സൂര്യനെ ഓർബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂര്യന്റെ ഗുരുത്വാകർഷണം ഭേദിച്ച് ഇവ പുറത്തു പോവുകയായിരിക്കും ചെയ്യുക. എന്നാൽ നമ്മുടെ ഗാലക്സി ക്ലസ്റ്ററുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രൂപത്തിലല്ല നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പേര് നൽകി മിസ്സിംഗ് മാസ് പ്രോബ്ലം. നമ്മുടെ ഗാലക്സികളെല്ലാം ഗ്രാവിറ്റേഷനിലി ആണ് ബൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണം ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു ഇൻവിസിബിൾ ബൈൻഡിങ് ഏജന്റ് ആണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ഇത്രയും ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഉണ്ടാകില്ല. എന്തോ അദൃശ്യമായിട്ടുള്ള ശക്തി ഇതിന് പിറകിലുണ്ട്. പിന്നീട് 1970-കളാകുകയും ജ്യോതിശാസ്ത്രജ്ഞയായ വിറാ റൂബിൻ ഈ സംശയങ്ങളെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. നമ്മുടെ ഗാലക്സികളുടെ ഔട്ടർ എഡ്ജിനെ കുറിച്ച് ഇവർ നടത്തിയ ഒരു പഠനത്തിൽ ഇവർ ഒരു കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. നമ്മുടെ ഗാലക്സികളുടെ ഔട്ടർ എഡ്ജ്, അതായത് പുറം ഭാഗം എത്ര വേഗത്തിലാണോ കറങ്ങുന്നത്, അത് നമ്മുടെ ഗാലക്സികളുടെ കേന്ദ്രം എത്ര വേഗത്തിലാണോ കറങ്ങുന്നത് അതിന് ഏകദേശം തുല്യമായിട്ടുള്ള വേഗതയിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത് മനസ്സിലാക്കുക. നമ്മുടെ സോളാർ സിസ്റ്റം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ വേഗത്തിലും സൂര്യനിൽ നിന്ന് അകന്നു പോകുന്ന ഗ്രഹങ്ങൾ പതിയെയുമായിരിക്കും കറങ്ങുക. അതിന് കാരണം എന്താണ്? ഗ്രാവിറ്റേഷനിൽ വരുന്ന ഡിഫറൻസ് കൊണ്ട്. എന്നാൽ ഗാലക്സികൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു രൂപത്തിലായിരിക്കുകയില്ല നമ്മൾ കാണുന്നത്. ഗാലക്സികളുടെ കേന്ദ്രഭാഗത്തിൽ എത്ര വേഗത്തിലാണോ സ്പിൻ ചെയ്യുക, ഏകദേശം അതിന് സമാനമായിട്ടുള്ള വേഗതയിൽ തന്നെയായിരിക്കും ഗാലക്സികളുടെ എഡ്ജിലും കറങ്ങുകയുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഗാലക്സികളിൽ നമുക്ക് കാണുവാൻ സാധിക്കാത്ത എന്തോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള മാറ്റർ ഗ്രാവിറ്റേഷനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി, ഇവിടെ ഡാർക്ക് മാറ്റർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പല അസംഷൻസും രൂപപ്പെട്ടു വരുന്നുണ്ടായിരിക്കാം. ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നക്ഷത്രമോ പ്ലാനറ്റുകളോ
ബ്ലാക്ക് ഹോളുകളോ അല്ലെങ്കിൽ ക്ലംസ് ഓഫ് ഗ്യാസോ ഒന്നുമല്ല. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ വിസിബിൾ യൂണിവേഴ്സ് നിർമ്മിച്ചിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആയ ആറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ബാരിയോണിക് മാറ്റർ കൊണ്ടോ ഒന്നുമല്ല നമ്മുടെ ഡാർക്ക് മാറ്റർ രൂപം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഒരു എലമെന്റുമായിട്ട് പോലും ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മാത്രവുമല്ല, ഇത് ലൈറ്റുമായിട്ടോ ഇലക്ട്രോമാഗ്നറ്റിക്കൽ ഫോഴ്സുമായിട്ടോ ഇൻട്രാക്ഷൻസും ചെയ്യുകയില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ലൈറ്റിനെ എമിറ്റ് ചെയ്യുകയുമില്ല, റിഫ്ലക്റ്റ് ചെയ്യുകയുമില്ല, അബ്സോർബ് ചെയ്യുകയുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യവുമായി മാറും. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ വിസിബിൾ മാറ്റേഴ്സിന് മുകളിൽ ഇത് നടത്തുന്ന ഗ്രാവിറ്റേഷണൽ പുൾ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം കൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രസൻസ് നമുക്ക് ത്രൂ ഔട്ട് ദ യൂണിവേഴ്സിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന പ്രതിഭാസം. വിദൂരതയിൽ നിന്നും വരുന്ന നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശത്തെ അതിഭീമാകാരമായിട്ടുള്ള വസ്തുക്കൾക്ക് അതിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് ആ പ്രകാശത്തെ ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഗാലക്സികൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ ഗാലക്സികൾ ആ പ്രകാശത്തെ ബെൻഡ് ചെയ്യുന്ന തോത് പരിശോധിക്കുകയാണെങ്കിൽ ആ ഗാലക്സിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിസിബിൾ ആയിട്ടുള്ള മാറ്റേഴ്സിൻ്റെ മാസിന് അനുയോജ്യമായിട്ടായിരിക്കുകയില്ല ആ പ്രകാശത്തിന് വരുന്ന ബെൻഡിങ് നടക്കുക. അപ്പം നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അദൃശ്യമായി നമുക്ക് കാണുവാൻ സാധിക്കാത്ത എന്തോ ഒരു മാസം കൂടി അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ തോതും കൂടി അനുസരിച്ചിട്ടാണ് ആ പ്രകാശത്തിന് അവിടെ ബെൻഡിങ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു ഇൻവിസിബിൾ ഡാർക്ക് മാറ്റർ അവിടെ ഉണ്ട് എന്നുള്ളത്. കൂടാതെ ഡാർക്ക് മാറ്റർ ഉണ്ടെന്നുള്ളതിന് മറ്റൊരു എവിഡൻസ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് CMB നോക്കിയാൽ മതി. CMB അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും നമുക്ക് ഡാർക്ക് മാറ്ററിൻ്റെ പ്രസൻസ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഡാർക്ക് മാറ്റർ ഇല്ല എങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺ നമുക്ക് തെറ്റായിട്ടായിരിക്കും ലഭിക്കുക. നമുക്ക് ഇതിൻ്റെ പ്രസൻസും കൂടെ വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഇക്വേഷൻ കറക്റ്റായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് അറിയുവാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും വീഡിയോ ഷെയർ ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതെന്നെ ഡെഫിനറ്റ്ലി അറിയിക്കണമെന്നും നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.